ശരി, വിവരമില്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എത്രയോ കാരണങ്ങളുണ്ട് പറയാന്. ജയിലിൽ പോയിട്ടുണ്ടത്രേ കൊലക്കുറ്റത്തിന്. കേൾക്കുന്നവര് വിശ്വസിക്കുമോ എന്നെങ്കിലും ഓർക്കണ്ടേ? വിശ്വസിക്കണം. അവൻ പറഞ്ഞത് സത്യമാണ്. നീ പറഞ്ഞത് നേരാ. ഒരാളെയും ഉപദ്രവിക്കാൻ അവന് പറ്റില്ല. പക്ഷെ പെട്ടുപോയി. കാരണക്കാരൻ ഞാനും. എനിക്ക് ഇവൻ മാത്രമല്ല, വേറെയും 2 മക്കളുണ്ട്, രാജിയും രാമേന്ദ്രനും. ഏറ്റവും ഇളയതാ പ്രേമൻ. അമ്മയില്ലാതെ വളരേണ്ടി വന്ന കുട്ടികൾ. പഠിപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ രാമേന്ദ്രന് ബാങ്കിൽ ജോലി കിട്ടി. രാജി എന്ന് മെഡിസിന് പഠിക്കുക, പ്രേമൻ ഡിഗ്രിക്കും. കോളേജിൽ പോകുമ്പോൾ എന്നും ഒരുത്തം വന്ന് രാജിയെ ശല്യം ചെയ്യും. ഒരു അബ്കാരി കോൺട്രാക്ടറുടെ മകൻ. ഞാനതൊന്നും അറിയാറില്ല. പ്രേമനോടാണ് പരാതി മുഴുവൻ. 2-3 തവണ അയാളെ കണ്ട് പറഞ്ഞു നോക്കി. അതോടെ ഉപദ്രവം കൂടി. ഒടുവിൽ അവളിന് കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ദിവസം ഞങ്ങളുടെ അയൽപക്കത്തൊരു പയ്യനുണ്ട്, ശിവൻ. അവനെയും കൂട്ടി പ്രേമൻ ചേച്ചിയുടെ പിന്നാലെ ഇറങ്ങി. മഴക്കാലമാണ്. വലിയൊരു ഇടവഴി കടന്നു വേണം മെയിൻ റോഡിലെത്താൻ. ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത. ശിവന്റെ കൈകൊണ്ട് അയാൾ മരിച്ചു. കടം കയറി ആത്മഹത്യ ചെയ്തൊരു പാവം മനുഷ്യന്റെ മകനായിരുന്നു ശിവൻ. 2 പെങ്ങന്മാരും അമ്മയും. ആ കുടുംബത്തിന്റെ ഏക ആശ്രയം. അവന് ഗൾഫിൽ പോകാൻ വിസ വന്ന സമയമായിരുന്നു. കേസിൽ പ്രതിയായാൽ പോക്ക് മുടങ്ങും. കുടുംബം ഒന്നിച്ച് മരിച്ചു കളയുമെന്ന് പറഞ്ഞ അവന്റെ അമ്മ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞു. ഞാനാ പറഞ്ഞത് പ്രേമനോട് കുറ്റമേക്കാൻ. പ്രായം, അറിയാതെ പറ്റിയ കയ്യബദ്ധം. വലിയ ശിക്ഷയൊന്നും ഉണ്ടാകില്ലെന്ന് വക്കീലും പറഞ്ഞു. പക്ഷെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. കുറ്റം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് ജീവപര്യന്തം ശിക്ഷ. അന്ന് തളർന്നു വീണതാണ് ഞാൻ. ഒരുപാട് നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ശരീരം ഇന്നീ കാണുന്നത് പോലെയെങ്കിലും ആയത്. ശിക്ഷ കഴിഞ്ഞ് എൻ്റെ മോൻ തിരിച്ചു വന്നപ്പോ അവനെ ആർക്കും വേണ്ട. ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞില്ല, പക്ഷെ അതായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. പ്രേമൻ അവിടുന്ന് ഇറങ്ങി, ഒപ്പം ഞാനും. എൻ്റെ മക്കളിൽ ഏറ്റവും മിടുക്കനായിരുന്നു അവൻ. എല്ലാവരെക്കാളും ഉയരത്തിലെത്തേണ്ടവൻ. അതോർക്കുമ്പോ ഇന്നും എൻ്റെ മനസ്സ് നീറും. തിരുപ്പൂരിലെ ആ കൂട്ടുകാരനെ ഇന്നൊന്ന് വിളിക്കുവോ? അവിടെ എന്നെ ജോലിക്ക് ചേർക്കുമെങ്കിൽ ഞാൻ പോയിക്കോളാം. മാഷ് പറഞ്ഞുണ്ടായ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് എനിക്ക് ശരിക്കും വിശ്വാസമായത്. ഇത്രയും വിഷമങ്ങൾ ഉള്ളിക്കൊണ്ട് നടക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കുറേ ശല്യപ്പെടുത്തിയിട്ടുണ്ട്, സഹിക്കാവുന്നതിലും കൂടുതൽ. അറിവില്ലാത്തതുകൊണ്ടാണെന്ന് കരുതി അതൊക്കെ മറക്കണം. സ്നേഹം, സ്വാതന്ത്ര്യം, ഇതൊന്നും ഞാൻ മുമ്പ് അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആരൊക്കെയോ ഉള്ളതായിട്ട് തോന്നി. അതിൽ കുറച്ച് അഹങ്കരിക്കുകയും ചെയ്തു. ദൈവത്തിന് നിരക്കാത്തതാ. അതൊന്നും ഞാൻ ഓർത്തില്ല. ചെറുപ്പത്തിൽ ഭക്ഷണം തരുമെന്ന് കൊതിപ്പിച്ച് എന്നെ ആ വീട്ടിലാക്കിയിട്ട് പോയതാ എൻ്റെ അമ്മ. പിന്നീട് ഇന്ന് വരെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ പോലും വന്നിട്ടില്ല. അമ്മയേക്കാ സ്നേഹം നിങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഓർക്കാൻ അതെങ്കിലും ഉണ്ടല്ലോ. സത്യമായിട്ട് ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എപ്പോഴാ പോണ്ടെന്ന് പറഞ്ഞാൽ മതി. നിക്കേ,
എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ആരെയും പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് എന്നെ ആക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇനിയിപ്പോൾ അവിടെ പോയാലും പരിചയമില്ലാത്ത സ്ഥലം, പുതിയ ആളുകൾ. നോക്കട്ടെ, ഇവിടെ തന്നെ എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവരൊക്കെ ഇവിടെ തയ്യൽ പഠിക്കുന്നവരാ. പക്ഷെ പഠിച്ചു കഴിയുന്നവരെ മാത്രമേ സിസ്റ്റർ റോസലിന്റെ സഹായം വേണ്ടൂ. അത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് സ്വന്തം മെഷീനും വാങ്ങി അങ്ങ് പോകും. അതുകൊണ്ടാണ് നിർബന്ധമായും ഫീസ് വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് തന്നെ. ഞാൻ ഫീസ് തന്നോളാം. തരണം. ഈ ഇവിടുത്തെ ഈ പള്ളിയുടെയൊക്കെ മരപ്പണി ചെയ്യുന്ന ഞങ്ങളാ. ആ, അതൊക്കെ ശരി. ബട്ട് ഐ ആം വെരി സ്ട്രിക്റ്റ്. നിങ്ങളല്ലാതെ മറ്റൊരു പുരുഷൻ ഈ കുട്ടിയെ കാണാൻ വരരുത്. ഇല്ല, വരില്ല, ഒരിക്കലും ഇല്ല. ദാറ്റ് ഈസ് ഷുവർ. ഈ പ്രായത്തിലുള്ള കുട്ടികളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. അതുകൊണ്ട് മിസ്റ്റർ പ്രേമചന്ദ്രൻ, ഈ കുട്ടി ഇവിടെ നിൽക്കുന്നിടത്തോളം പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളുടേതാണെന്ന് എഴുതി തരണം. തന്നേക്കാം. മേരിക്കുട്ടി, ആ രജിസ്റ്റർ എടുക്കൂ. ശരി സിസ്റ്റർ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതണം, കോൺടാക്ട് നമ്പർ അടക്കം. ആ ശരി. എലിസബത്ത് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ? ഇല്ല സിസ്റ്റർ. അപ്പൊ ഈ കുട്ടി നിങ്ങളുടെ കൂടെ താമസിച്ചോട്ടെ. ശരി സിസ്റ്റർ. ആ, ഹാളിലേക്ക് ചെന്നോളൂ. ഒരു മിനിറ്റ്, ഒരു കാര്യം. ഉം. വാ. ഈ ഗൗരവം കണ്ട് പേടിക്കണ്ട, സാധുവാ. മണിയടിച്ച് തന്നാ മതി. ഞാൻ തന്ന മൊബൈൽ നമ്പർ കയ്യിലുണ്ടല്ലോ, മണികണ്ഠൻ ചേട്ടൻ്റെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്നാ ശരി. പിന്നെ ഏ ഞാനൊന്ന് പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ ഇഷ്ടമെന്നൊക്കെ. ഏയ്, അതൊന്നും സാരമില്ല. അറിവില്ലാതെ പറഞ്ഞല്ലേ. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അങ്ങനെ മറക്കണ്ടെന്ന് പറയായിരുന്നു. എനിക്കിപ്പോഴും ഇഷ്ടം തന്നെയാ. സാർ പോവാം. പോവാം. നീ താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് വരിക. നിങ്ങളുടെയൊക്കെ നോട്ടത്തിൽ ഞാൻ വെറും സ്വാർത്ഥനാ, മനസാക്ഷിയില്ലാത്തവൻ. ആ തോന്നലൊന്നും തിരുത്തണമെന്ന് ഞാൻ പറയില്ല. ഓരോരുത്തർക്കും ഓരോ ന്യായം. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇങ്ങോട്ടുള്ള ഈ വരവടക്കം. പ്രേമനെ കാണാണ്ട് മണിയൻറാശാരി കയറ് പൊട്ടിക്കണുണ്ടല്ലോ. ഇന്നെന്താ പണിക്കോയില്ലേ? ഇല്ല, എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. വേണ്ട, അച്ഛനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങോർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ പ്രയാസം തോന്നും. പക്ഷേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണാൻ ശ്രമിക്കണം, പ്രത്യേകിച്ച് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ. നീ പറയുന്നതേ അച്ഛൻ അനുസരിക്കുമെന്ന് എനിക്കറിയാം. കാര്യങ്ങളുടെ ഗൗരവം നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ പറയണം, സമ്മതിപ്പിക്കണം. എന്തിനാ വന്നതെന്ന് അവൻ നിന്നോട് പറഞ്ഞോ? ഇല്ല. പിന്നെന്തിനാ നീ അറിയുന്നത്? അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞ മാഷ് എന്നോടെല്ലാം വിശദമായി പറയും എന്നല്ലേ അർത്ഥം? വേണ്ട, നീ അറിയേണ്ട കാര്യമല്ല. നീ വിചാരിച്ചാ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനും പറ്റില്ല. അത് കൊള്ളാം. ദേ, സത്യമായിട്ട് ഞാൻ പിണങ്ങും കേട്ടോ. അല്ലാതെ തന്നെ മനസമാധാനം കളയാൻ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിൻ്റെ ഇടയിലാ നിങ്ങൾ അച്ഛനും മോനും കൂടെ. എന്ത് തല പോകുന്ന കേസാണെങ്കിലും എന്നോടൊന്ന് പറ. ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല വാക്ക്. ഒന്നുമില്ലേലും എൻ്റെ ചേട്ടനല്ലേ വന്നത്. ചേട്ടൻ? അത് നിനക്കല്ലേ? കൂടപ്പുറപ്പായിട്ടൊരു പെങ്ങള് മാത്രമേ ഉള്ളൂ എന്നാ അവൻ പറഞ്ഞിട്ടുള്ളത്. ആരോട് പറഞ്ഞിട്ടുള്ളത്? ശ്രീകുട്ടിയെ കല്യാണം കഴിക്കാൻ വരുന്ന വീട്ടുകാരോട്. ശ്രീകുട്ടി അവളുടെ കല്യാണമായോ? അതിന് ഞാൻ ചെല്ലണം, ഞാൻ മാത്രം. കല്യാണമല്ലേ, അറിയാവുന്നവരാരെങ്കിലും ചോദിച്ചാൽ തന്ത ചത്തുപോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, ശ്രീകുട്ടി പറഞ്ഞു അത്രേ മുത്തശ്ശന്റെ അനുഗ്രഹം വാങ്ങാതെ മണ്ഡപത്തിലേക്ക് കയറില്ലെന്ന്. ഇത്രയുള്ളോ? ഇതിനിപ്പോ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാഷ് പോണം, ശ്രീകുട്ടിയെ അനുഗ്രഹിക്കണം. വേണ്ട, നിനക്ക് ചെല്ലാൻ പറ്റാത്ത ഒരിടത്തേക്ക് ഞാനില്ല. ഹേയ്, അതൊന്നും സാരമില്ലാന്നേ. എന്തോന്നും സാരമില്ലാന്ന്? എന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു, നീ കാരണം അവന്റെ മോളുടെ 2 ആലോചനകൾ മുടങ്ങിപ്പോയെന്ന്. നീ എന്ത് ചെയ്തിട്ടാ? എല്ലാം അറിയാവുന്ന ഒരുത്തി ഉണ്ടല്ലോ അവിടെ, നിന്റെ ചേച്ചി. അവളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അവൾക്ക് വേണ്ടിയല്ലേ നീ? പോട്ടെ മാഷേ, അതൊക്കെ പഴയ കഥ. അവരിപ്പോ പഴയ സ്കൂൾ മാഷുടെ കുട്ടികളല്ല. ഒരാൾ ഡോക്ടർ, ഒരാൾ ബാങ്ക് മാനേജർ. അവർക്ക് അവരുടേതായ നിലയും വിലയും ഒക്കെ ഇല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആരാ? വെറും ഒരു കാർപ്പൻ്റർ, ജയിലിൽ പോയവൻ. ഇതെന്റെ അനിയനാണ് എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റുമോ? എനിക്കതിലൊരു തുള്ളി വിഷമം പോലും ഇല്ല.
ഒന്നും ഓർക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ. അത് തന്നെ ഞാനും പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർക്കണ്ടെന്ന്. കല്യാണം നമ്മുടെ ശ്രീകുട്ടിയുടെ 5 വയസ്സ് വരെ കഥകൾ പറഞ്ഞു കൊടുത്തും കളിപ്പിച്ച് നിലത്ത് വെക്കാതാ ഞാൻ അവളെ കൊണ്ടു നടന്നിട്ടുള്ളത്. പല്ല് മുളച്ച സമയത്ത് അവൾ എൻ്റെ ദേ ഇവിടെ കടിച്ചൊരു കടി ഇപ്പോഴും അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ മോളല്ലേ അവള്. മുത്തച്ഛൻ വന്ന് അനുഗ്രഹിക്കണമെന്ന് വാശി പിടിക്കണമെങ്കിൽ അതവളുടെ മനസ്സിന്റെ നന്മ കൊണ്ടല്ലേ. അപ്പം മാഷ് പോണ്ടേ? ഇല്ല, ഞാൻ തീരുമാനം എടുത്തു ആ കഴിഞ്ഞു. തീരുമാനമാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. കല്യാണത്തിന് മാഷ് പോകും, ഞാൻ കൊണ്ടുപോകും. പക്ഷെ നിന്നെ കാണുമ്പോ അവർക്ക് എന്നെ ആരും കാണൂല. അതിനുള്ള മന്ത്രമൊക്കെ എനിക്കറിയാം. ഐ വിൽ ബി ആൻ ഇൻവിസിബിൾ മാൻ. ദേ മാഷിയുടെ കണ്ണ് നിറഞ്ഞു. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ.